പ്രചാരണാവേശത്തിൽ കേരളം. BJP CPM ഡീൽ ആരോപണം കോൺഗ്രസിന്റെ മോഹമെന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല CPM എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. കോൺഗ്രസ് പഠിച്ച രാഷ്ട്രീയ കളരിയല്ല CPMന്റേതെന്നും ഇപ്പോഴും പ്രാദേശികമായി BJPയുമായി ഡീൽ നടത്തുകയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം വിമർശിച്ചു. അത് കോൺഗ്രസിന്റെ ഒരു മോഹമാണ്. കോൺഗ്രസിന്റെ കളരിയിലല്ലല്ലോ ഞങ്ങൾ പഠിച്ചത്. ഇപ്പോഴും പ്രാദേശികമായി BJPയുമായി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ അവർ. OLB സഖ്യം ഇവിടെ നേരത്തെ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പോഴും ആ ശ്രമം വലിയ തോതിൽ നടത്തുകയാണല്ലോ. ഏത് വോട്ടായാലും പോരട്ടെ, അത് വർഗീയതയായാലും തീവ്ര വർഗീയതയായാലും ഞങ്ങൾക്ക് തൽക്കാലം വോട്ടാണ് പ്രധാനം. ആ വോട്ടിങ് പോരട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നൊരു പാർട്ടിയല്ല CPIM. CPIM എന്താണോ നാട്ടിൽ പറയുന്നത് അത് മാത്രമേ സാധാരണഗതിയിൽ ഞങ്ങൾ നടപ്പാക്കാറുള്ളൂ. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നമംഗലത്തും കാട്ടാക്കടയിലും നടത്തിയ പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചിരുന്നു. അതേസമയം അപകീർത്തിപ്പെടുത്തൽ കൊണ്ടൊന്നും കൊച്ചാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി ചാവക്കാട് മറുപടിയും പറഞ്ഞു. പ്രധാനമന്ത്രിക്കെതിരെ പറയാൻ പിണറായി മടിക്കുന്നുവെന്ന് വയനാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധിയും വിമർശിച്ചു. ഇന്ന് രാഹുലിന്റെ റോഡ് ഷോ മലപ്പുറം ജില്ലയിലും തുടരും. വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുകയാണ്. രജീഷ്, ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒപ്പം തന്നെ വാക്പോര്, അതോടൊപ്പം തന്നെ ഈ വോട്ട് സംബന്ധിച്ച ഡീലുകൾ, അതിലെല്ലാം വിമർശനം നടക്കുന്നു, പ്രസ്താവനകൾ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനമായും അവസാനമായും വന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. രാഷ്ട്രീയ ചരിത്രം കാണിക്കുന്ന പാർട്ടിയല്ല CPM എന്നാണ് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പല സ്ഥലങ്ങളിലും BJP CPM ഡീലുണ്ടെന്ന വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിനെ വിമർശിച്ചാണ് ഇപ്പോൾ CPM നേതാവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ വർഗീയ സംഘടനകളുമായി ഡീൽ അല്ലെങ്കിൽ സന്ധി ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അത്തരത്തിലൊരു ബന്ധം CPMന് പണ്ടേ ഇല്ല. ഇത്തരത്തിലൊരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല CPM എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ കോൺഗ്രസും ലീഗുമായും അതോടൊപ്പം തന്നെ BJPയുമായും ഒക്കെ ബന്ധം ഉണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അത്തരത്തിലൊരു രാഷ്ട്രീയ കളരിയിൽ നിന്നും അവർ പഠിച്ചാണ്. ആ കളരിയിലല്ല ഇടതുമുന്നണിയിലും CPM പഠിച്ചതെന്ന വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണങ്ങൾക്കെതിരെയുള്ള വിമർശനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്കിലെ ഇത്തരത്തിൽ CPM ബാങ്കിൽ നിന്നും എടുത്ത പണം ഉപയോഗിക്കരുതെന്ന ED നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഒക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പണം എടുക്കാതില്ലെങ്കിൽ അല്ലെങ്കിൽ എടുത്ത പണം അനുവദിക്കാതിരിക്കുന്നത് സഹായിക്കും അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ സഹായിക്കുമെന്ന് വിചാരിച്ചാൽ അത് പൂർണ്ണമായും തെറ്റാണ്. ജനങ്ങൾ പാർട്ടിയെ സഹായിക്കുമെന്ന കാര്യവും ഇന്ന് മുഖ്യമന്ത്രി BJPക്കും ഉള്ള മറുപടിയായി ഇന്ന് വ്യക്തമാക്കിയുണ്ട്. ഏതായാലും കരുവന്നൂർ ബാങ്ക് വിഷയം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ ഘട്ടത്തിലേക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. കുന്നംകുളത്ത് ഇന്നലെ മോദി എത്തിയ സമയത്തായിരുന്നു കരുവന്നൂർ വിഷയം വീണ്ടും സജീവ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പുതിയൊരു അഴിമതിയാണ് ഇത്തരത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലൂടെ അവതരിച്ചിരിക്കുന്നതെന്ന വിമർശനമായിരുന്നു മോദിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നത്. അതിനെ അതേ നാണയത്തിലൊക്കെ തിരിച്ചടിക്കാനാണ് CPM ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ വളരെ ശക്തമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറും കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് K മുരളീധരൻ തമ്മിലുള്ള പോരാട്ടം അവിടെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 10 ദിവസത്തിനിടയ്ക്ക് എന്തൊക്കെ അവിടെ സംഭവിക്കുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇവിടെ പോരാട്ടവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിലായിരുന്നു K മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ എത്തുന്നത്. നേരത്തെ സിറ്റിംഗ് MP തന്നെ അവിടെ മത്സരിക്കേണ്ട നിലപാടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. TN പ്രതാപൻ അവിടെ പോസ്റ്റർ എഴുത്തും ചുമരെഴുത്തും എല്ലാം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു പത്മജ വേണുഗോപാൽ
പാർട്ടിയിലെ പത്മ വേണുഗോപാലിന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായിട്ടായിരുന്നു തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ എത്തിയത്. അതോടുകൂടി ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തൃശ്ശൂർ മണ്ഡലം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കരുത്തരായ പോരാളികൾ അവിടെ മത്സരിക്കുമ്പോൾ കേരളം മുഴുവൻ അങ്ങോട്ട് ഉറ്റുനോക്കപ്പെടുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പാലക്കാടും ശക്തമായ മത്സരമാണ് അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ അവിടുത്തെ BJP സ്ഥാനാർത്ഥി 2.5 ലക്ഷത്തോളം വോട്ട് നേടിയിരുന്നു. അതേ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അവിടെയും മത്സരിക്കാൻ എത്തുമ്പോൾ ശക്തമായ മത്സരം അവിടെയും ഉണ്ടാകുന്നു. വിജയപ്രതീക്ഷ ഏറ്റവും കൂടുതൽ BJP കാണുന്ന മണ്ഡലങ്ങളൊന്നാണ് അത് തൃശ്ശൂരും അതോടൊപ്പം തന്നെ പാലക്കാടും. പാലക്കാട് പിടിച്ചെടുക്കാൻ ശക്തമായ പോരാട്ടം CPM അവിടെ നടത്തുകയാണ്. VS ശ്രീകണ്ഠൻ നിലവിലെ കോൺഗ്രസ് സിറ്റിംഗ് MP ആണ്. CPM-നായി A വിജയരാഘവനും അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കരുത്തരായ ശക്തമായ മത്സരം തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടത്. വടക്കൻ കേരളത്തിലേക്ക് മലപ്പുറത്തെ അട്ടിമറി ശ്രമം എന്തൊക്കെ ഉണ്ടാകും എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. TK ഹംസ CPM-നായി ഇടതുമുന്നണിക്കായി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സംസ്ഥാന വോട്ട് ആർക്ക് ലഭിക്കും എന്നാണ് അവിടെ ഏറ്റവും നിർണായകമായും. ഇടതുമുന്നണിക്കായി ലഭിക്കുമെന്ന TK ഹംസ പലപ്പോഴും പറയുമ്പോഴും എന്നും ഒരു വോട്ട് ലീഗിൻ്റെ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് സംസ്ഥ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് അറിയേണ്ടത്. നേരത്തെ സംസ്ഥയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നേതാവായിരുന്നു TK ഹംസ. ഇപ്പോൾ സ്വതന്ത്രനായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നതെന്നും നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും അവിടെ ഒരു അട്ടിമറി ശ്രമമാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അട്ടിമറി ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് മലപ്പുറത്തെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ. എന്തായാലും കേരളം മുഴുവൻ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലാണ് വിവിധ മണ്ഡലങ്ങളിലെ നിലവിലെ സാഹചര്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണങ്ങൾ, ഇപ്പോൾ കരുവന്നൂർ വിഷയമായാലും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസായാലും, ഇതിലെല്ലാം ഇപ്പോൾ ഈ മാരത്തൺ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ CPM-ന് സാധിച്ചിട്ടില്ല. ആ ഒരു ഉറപ്പ് പാലിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടിയത്. മറ്റൊന്ന്, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടൽ, ഈ സ്വർണ്ണക്കടത്തുകാരെ സഹായിക്കുന്നത് കേരള സർക്കാരാണെന്നുള്ള വിമർശനം, ഇത്തരം ആരോപണങ്ങൾക്ക് എങ്ങനെയായിരിക്കും CPM മറുപടി നൽകുക? ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കൊരു വിശദീകരണം നൽകേണ്ടതുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി അതെങ്ങനെയായിരിക്കും? മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു, താൻ ഇതുവരെ കള്ളം പറഞ്ഞില്ല, അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യം തനിക്കില്ല എന്നാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടില്ല, തൻ്റെ കൈകൾ പരിശുദ്ധിയുള്ള കൈയാണ് തൻ്റെ എന്ന കാര്യമായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരിക്കുക. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി തന്നെ മുൻനിർത്തിയായിരുന്നു ഇത്തവണ CPM ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് വോട്ടഭ്യർത്ഥനയുമായി ചെന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങളൊക്കെ വിളിച്ചു ചേർക്കുക, ഓരോ മണ്ഡലത്തിൽ 2 തവണയൊക്കെ പൊതുസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ മുൻനിർത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ഇത്തവണ CPM തീരുമാനിച്ചിരുന്നത്. അതേ നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. ഇതൊക്കെ EDയും BJP-യുടെ അല്ലെങ്കിൽ RSS-ന്റെ തന്ത്രമാണ് ഇത്തരത്തിൽ EDയെ കൊണ്ട് ഇത്തരത്തിലൊരു കേസ് എടുപ്പിക്കുകയും അന്വേഷണമായി ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എക്സാലോജിക് വിഷയത്തിലടക്കമുള്ള വിശദീകരണം CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ ദിവസം വന്നത് നമ്മൾ കണ്ടാണ്. അതേ നിലപാട് തന്നെയാണ് ഇന്നും തുടരുന്നത്. അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അഴിമതി നടത്തിയവർക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും അവിടുത്തെ ജനങ്ങൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഒരാവശ്യമേ ഉള്ളൂ, തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരിച്ചു ലഭിക്കണമെന്ന ഒരു ആവശ്യമാണ് അവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അഖിൽ, ശരി. രജീഷ് നരിക്കുനിയാണ് വിശദാംശം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.